ലോകത്തിൻ്റെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പ്രയറീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം അമേരിക്കയിലും മെക്സിക്കോയിലുമായി സ്ഥിതി ചെയ്യുന്നു. ലോകത്തിൻ്റെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പ്രയറീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം അമേരിക്കയിലും മെക്സിക്കോയിലുമായി സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി പമേല റൂക്സ് സംവിധാനം ചെയ്ത ചലച്ചിത്രമേതാണ്? ഉത്തരം ട്രെയിൻ ടു പാകിസ്ഥാൻ. ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി പമേല റൂക്സ് സംവിധാനം ചെയ്ത ചലച്ചിത്രമേതാണ്? ഉത്തരം ട്രെയിൻ ടു പാകിസ്ഥാൻ. ജമ്മു കശ്മീരിൽ ഇന്ത്യ പാക് അതിർത്തിയിലുള്ള ബാംഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിലാണ്? ഉത്തരം ചിനാബ് നദിയിൽ. ജമ്മു കശ്മീരിൽ ഇന്ത്യ പാക് അതിർത്തിയിലുള്ള ബാംഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിലാണ്? ഉത്തരം ചിനാബ് നദിയിൽ. ട്രിറ്റിക്കം ഈസ്റ്റിവം എന്തിൻ്റെ ശാസ്ത്രീയ നാമമാണ്? ഉത്തരം ഗോതമ്പിൻ്റെ. ട്രിറ്റിക്കം ഈസ്റ്റിവം എന്തിൻ്റെ ശാസ്ത്രീയ നാമമാണ്? ഉത്തരം ഗോതമ്പിൻ്റെ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഉത്തരം വി രാമസുബ്രഹ്മണ്യൻ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഉത്തരം വി രാമസുബ്രഹ്മണ്യൻ. ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നതെന്നാണ്? ഉത്തരം ഫെബ്രുവരി 2-ന്. ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നതെന്നാണ്? ഉത്തരം ഫെബ്രുവരി 2-ന്. കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ടതെന്നാണ്? ഉത്തരം 2007 മെയ് 4-ന്. കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ടതെന്നാണ്? ഉത്തരം 2007 മെയ് 4-ന്. കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നതെന്നാണ്? ഉത്തരം 1994 ഏപ്രിൽ 23-ന്. കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം 1994 ഏപ്രിൽ 23-ന്. 2025 മെയ് 2-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാമാണ്? ഉത്തരം 1. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെൻറ്റ് തുറമുഖം. 2. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം. 3. ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ. 4. അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖം. 2025 മെയ് 2-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാമാണ്? ഉത്തരം 1. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെൻറ്റ് തുറമുഖം. 2. ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം. 3. ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ. 4. അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖം.